നമ്മൾ പല ആളുകളും ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളാണല്ലോ. എന്താണ് ഓവർ തിങ്കിങ്? നമ്മളൊരു കാര്യത്തെപ്പറ്റി അങ്ങേയറ്റം ആലോചിച്ച് നോക്കും അല്ലേ? അതായത് അതിൽ കൂടെ വരാൻ സാധ്യതയുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ്, നമ്മൾ ആരെങ്കിലും കളിയാക്കുമോ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, ഇനി അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുമോ ആളുകൾ, ഇങ്ങനെ ചിലപ്പോൾ ചിന്തിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ, അങ്ങനെ നഷ്ടപ്പെട്ടാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് രോഗം വരുമോ, വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ, നമ്മുടെ ഫാമിലി പിന്നെ എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ നമ്മൾ ഓവർ തിങ്ക് ചെയ്യാറുണ്ടല്ലോ. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഓവർ തിങ്ക് ചെയ്യുന്നത് നല്ലതല്ലേ? കാരണം ഓവർ തിങ്ക് ചെയ്യുമ്പോഴല്ലേ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളും വരാതെ സൂക്ഷിക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ഓവർ തിങ്കിങ്ങും തിങ്കിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ടോ? പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ റൈറ്റ് ഡയറക്ഷനിലാണ് ചിന്തിക്കുന്നത്, നമുക്ക് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷെ പലപ്പോഴും ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അമിതമായിട്ട് ആവശ്യത്തിലധികം ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കും, വറി ചെയ്യും. എന്നാൽ എങ്ങനെ ഇത് സോൾവ് ചെയ്യാമെന്നുള്ള സൊല്യൂഷനിലൊന്നും നമ്മൾ എത്തിച്ചേരുന്നില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മനസ്സിൽ. ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തി ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ ഇതിനൊന്നും ഉത്തരവില്ല. അപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരവസ്ഥ അനുഭവപ്പെടും അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഓവർ തിങ്കിങ് ആണോ എന്നുള്ളത് നമ്മളൊന്ന് റിയലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എങ്ങനെയാണ്? നമ്മൾ ഓവർ തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമാധാനം നല്ല കാര്യമായിട്ടുള്ള രീതിയിൽ നഷ്ടപ്പെടും. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റാതാവും, നമ്മുടെ ഉറക്കത്തെ ബാധിക്കും, നമുക്ക് ആരോട് സംസാരിക്കാൻ താല്പര്യമില്ലാതാകും, നമുക്ക് എപ്പോഴും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ എപ്പോഴും വറി ചെയ്യുന്നൊരവസ്ഥ, അതാണ് ഓവർ തിങ്കിങ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, ഞാൻ പോകുന്ന ഡയറക്ഷൻ ഇച്ചിരി പ്രശ്നമാണ്, ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നത് എന്നെ അപകടത്തിലേക്കാണ്, എൻ്റെ സമാധാനത്തിനെ നയിക്കുന്നത്, സോ ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് നമ്മളെ തന്നെ നമ്മൾ റിമൈൻഡ് ചെയ്യണം. പലപ്പോഴും നമുക്കിതിനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. കാരണം നമുക്കിത് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വറിയുടെ ഒരു ലൂപ്പിലേക്ക് നമ്മൾ ആയിക്കഴിയുമ്പോൾ നമ്മൾ ആകെ ബ്ലോക്ക്ഡ് ആയി പോകുന്നൊരവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ നമുക്ക് വരാം. അപ്പോൾ ഒരു ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ തോട്ട് സ്റ്റോപ്പിംഗ് എന്ന് പറയുന്ന ടെക്നിക്കുണ്ട്. അതായത് നമ്മളെ ഒരുപാട് വറി ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ്, മതി, നിർത്ത് എന്നുള്ള രീതിയിൽ മനസ്സിൽ പറയാനായിട്ട് നമ്മൾ ശീലിക്കണം. ഇത് പലപ്പോഴും ആൾക്കാർ പറയും, ഞാനിതൊരു തവണ പറഞ്ഞു പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായില്ലെന്ന് പറയും. പക്ഷേ ഇത് നമ്മൾ കൺസിസ്റ്റൻ്റായി റിപ്പീറ്റഡ് ആയി ചെയ്യുമ്പോഴാണ് ഈ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ചിലപ്പോൾ മുമ്പത്തേക്കാളും കൂടുതൽ തോട്ട്സ് നമുക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും എപ്പോഴൊക്കെ ഈ ചിന്തകൾ വരുന്നോ അപ്പോഴൊക്കെ ഞാൻ സ്റ്റോപ്പ് പറയുന്നു, സ്റ്റോപ്പ് ചെയ്യ്, നിർത്ത്, എൻ്റെ സമാധാനം കളയാൻ ഞാൻ തയ്യാറല്ല എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ചിന്തകളെ ബെറ്ററാക്കുന്ന, ഓവർ തിങ്കിങ് ടെൻഡൻസി കുറയ്ക്കുന്ന ഒരു കാര്യം വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ തിങ്കിങ്ങും ഓവർ തിങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പതുക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒന്ന് തടയാനായിട്ട് ശ്രമിക്കാം.